ഇനി കടന്നു വരുന്ന അടുത്ത മിടുക്കിയായ മത്സരാർത്ഥി കുട്ടി പ്രശസ്ത ആര് എന്നറിയണ്ടേ? ഈ പ്രൊഫൈൽ കാണും. ഹായ്, ഞാൻ അശ്വമേധത്തിന്റെ സ്റ്റേജിൽ കയറാൻ പോവാണ്. ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ടെൻഷനുണ്ട് കയറാൻ. പക്ഷെ പ്രതിഭകളിലൂടെ മത്സരിക്കാൻ എനിക്കൊരു ത്രില്ലുണ്ട്, കാരണം കുറെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. So that's it, baby നയൻതാര. ഹായ്. നയൻതാര, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. അശ്വമേധം കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. അപ്പോ യാഗം നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും പാടാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ യാഗത്തിലെ ബൗളിൽ നിന്ന് ഒരു വിഷയം എടുക്കും. വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി. അയ്യോ, എടുത്താ പോകാത്തൊരു വിഷയമായിപ്പോയി അല്ലേ? കുഴപ്പമില്ല, എളുപ്പമുള്ളൊരു ചോദ്യം. വേൾഡ് ഹിസ്റ്ററിയിൽ ലോക ചരിത്രത്തിൽ ഇന്ത്യയിൽ പെടുമല്ലോ അല്ലേ? ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതി. കലിംഗ രാജാവുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ശരിയായ ഉത്തരം. Congratulations, you have won ₹1,000 from Mir Realtors. Second ball. ഡിക്റ്റേറ്റർഷിപ്പ്. അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിപ്പോയി. കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നതിൽ ശരി ഉത്തരം, 2 ഉത്തരങ്ങൾ തരും, അതിൽ ശരി ഉത്തരം പറയാം. ഇത് ഇവരിൽ ആരാണ് ഇറ്റലിക്കാരനായ ഏകാധിപതി ആര് എന്നാണ് ചോദ്യം. ഡിക്റ്റേറ്റർ ആര് എന്നാണ് ചോദ്യം. മുസോളിനി, ഹിറ്റ്ലർ? ഫസ്റ്റ് ആണെന്നാണോ സംശയം? ആണ് മോളെ. ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ ജർമ്മൻകാരനാണ്. മുസോളിനിയാണ് ഇറ്റലിക്കാരനായ ഏകാധിപതി. ശരിയായ ഉത്തരം. Congratulations, you have won ₹2,500 from Mir Realtors. Move to the next ball. മെറ്റൽ, ലോഹം. അതിനകത്ത് ഇട്ടോളൂ. 3 ഉത്തരങ്ങൾ തരും, അതിൽ ശരി ഉത്തരം കണ്ടെത്തണം. റെഡി? ഏറ്റവും വില കൂടിയത് ഞാൻ ഈ പറയുന്നതിൽ ഏത് മെറ്റലിനാണ്? പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ? ഫസ്റ്റ് വൺ പ്ലാറ്റിനം. പ്ലാറ്റിനം. ശരിയായ ഉത്തരം. You have won ₹5,000 from Mir Realtors. ഇനി നമുക്കൊരു കാഴ്ച കാണാം. മോളുടെ വീട് എവിടെയാ? എന്റെ വീട് കൊല്ലം. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടല്ലോ? ഞാൻ പണ്ട് തിരുവനന്തപുരത്തായിരുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്ന ഒരു പ്രതിമയാണിത്. ഇത് ആരുടെ പ്രതിമയാണെന്ന് പറയാം? ഇത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണോ അതോ വേലുത്തമ്പി ദളവയാണോ? ഹിസ്റ്ററി ബുക്കിൽ എവിടോ കണ്ടിട്ടുണ്ട് ഇത്. വേലുത്തമ്പി ദളവ. ശരിയായ ഉത്തരം. Congratulations, വേലുത്തമ്പി ദളവ. You have won ₹10,000 from Mir Realtors. നയൻതാര യജ്ഞത്തിലേക്ക് ടിക്കറ്റ്. Yes or no? Yes is the symbol. Baby Nayantara, walk it. ഹായ്. ആ ബൗളിൽ നിന്ന് മോക്ക് ഇഷ്ടപ്പെട്ട മോക്ക് ഒരു കാർഡ് എടുക്കാം. യജ്ഞം. വെൽക്കം ബാക്ക് സർ. ഈ കൊച്ചു മിടുക്കി മനസ്സിൽ ഓർമ്മിച്ച പേര് അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്, റെഡിയാണ്. ഓക്കെ മോളു, സിറ്റ് ഡൗൺ.
അങ്ങനെ ഹോട്ട് സീറ്റിലെത്തി. ഇതുവരെ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാൻ 28 സിനിമയിൽ അഭിനയിച്ചു. എത്ര വയസ്സായി? 12 വയസ്സ്. 12 ഗുണം 2 24 അതിനേക്കാൾ കൂടുതലായി. വയസ്സിന്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചു. ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമ ഏതാ? ലിറ്റിൽ സൂപ്പർമാൻ 3D. ലിറ്റിൽ സൂപ്പർമാൻ 3D. ഇനി വരാൻ പോകുന്ന പുതിയ സിനിമകൾ, ഇനി ഇപ്പോഴുള്ള പുതിയ വർക്കുകൾ? ഇപ്പം ലിറ്റിൽ സൂപ്പർമാൻ ആണ് പുതിയ വർക്ക്. നീ ചെയ്യാൻ പോകുന്ന ഇപ്പം മകൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. മകൻ എന്ന് പറയുന്ന സിനിമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th. ഏത് സ്കൂളില്? ചോയ്സിലാണ്, എറണാകുളത്തെ ചോയ്സ്. ഈ ഇതിനിടയിൽ സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഷൂട്ടില്ലാത്ത ദിവസങ്ങളെല്ലാം സ്കൂളിൽ പോകാറുണ്ട്. സ്കൂളിൽ പോകാറ്, അല്ലാതെ സ്കൂളില്ലാത്ത ദിവസം ഷൂട്ടിങ്ങിന് പോകുന്നതല്ല. ഒരു പാട്ട് പാടും. ലിറ്റിൽ സൂപ്പർമാനിലെ മുളം തണ്ടെന്തിനോ എന്ന് പറഞ്ഞ പാട്ട് പാടാം. മുളം തണ്ടെന്തിനോ മൂളവേ, ഇളം ചുണ്ടെന്തിനോ തേടവേ. ശരി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, പിന്നെ അച്ഛൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ബേബി നയൻതാര എന്ന ഈ സുന്ദരിയോടൊപ്പം വിപരീത സമസ്യ ആരംഭിക്കുകയാണ്. ബേബി നയൻതാരയ്ക്ക് മുന്നോട്ട് കുതിക്കാൻ ഈ അശ്വം സാക്ഷി കാവലാണ്. മോള് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? ആണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിലായോ? ആയി. ഇന്ത്യൻ? ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? ആണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? അല്ല. ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, ബെൽജിയം? ആണ്. ഇറ്റാലിയൻ? രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ മേഖല? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? ആണ്. സ്പോർട്സ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്പോർട്സ് താരം. ഇപ്പൊ കളിക്കുന്നുണ്ടോ? അപ്പോ ഇല്ല. ഫുട്ബോളാണ്? അല്ല. ബോൾ ഉപയോഗിച്ചുള്ള ഒരു കളി തന്നെയല്ലേ? അല്ല. അദ്ദേഹം ഇറ്റലിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഉജ്ജ്വലനായ ഒരു നീന്തൽ താരമല്ലേ? അല്ല. രണ്ടും കൽപ്പിച്ചാണല്ലേ? എന്റെ അവസാനത്തെ ചോദ്യം, മോള് വിചാരിച്ച വ്യക്തി ഒരു സൈക്ലറാണ്? അല്ല. വാലന്റീനോ റോസിയുടെ നാട്ടിലെ ഒരു സൈക്ലറിനെ അല്ല വിചാരിച്ചത്? Congratulations, Nayantara. Congratulations. You won ₹25,000 from Realtors. പറയൂ, ആരെയാ മോള് വിചാരിച്ചത്? ജിയാക്കോമോ അഗസ്റ്റിനി, ബൈക്ക് റേസ്. എന്താ അയാളെ വിചാരിക്കാൻ കാര്യം? എനിക്ക് തോന്നി അത് വിചാരിക്കാമെന്ന്. അത് ഇച്ചിരി പാടായിരിക്കും. എനിക്ക് പറയൂ കൂടുതൽ. അദ്ദേഹം ഒരു ബൈക്ക് റേസറാണ്. 73 years ഉണ്ട്. കുറേ റേസസിൽ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ ഇറ്റലിക്കാരനാണ്.
ജിയാക്കാമോ അഗസ്റ്റിനി 1942 ജൂൺ 16 ജനിച്ച ലോക പ്രശസ്തനായ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീ മോട്ടോർ സൈക്കിൾ റേസർ. അഗോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം നിരവധി തവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. 500cc ക്ലാസിലും 350cc ക്ലാസിലും 68 വിജയങ്ങളും 8 ടൈറ്റിലുകളും നേടിയ ഇദ്ദേഹം മോട്ടോർ സൈക്കിൾ റേസിംഗ് ചരിത്രത്തിലെ മഹാനായ ബൈക്ക് റേസറായി കരുതപ്പെടുന്നു. 1977 നടന്ന 750cc കാറ്റഗറി മത്സരത്തിന് ശേഷം അദ്ദേഹം തന്റെ കരിയറിൽ നിന്ന് വിരമിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ബേബി നയൻതാര അശ്വമേധത്തിലെ ആദ്യ റൗണ്ട്, യജ്ഞത്തിലെ ആദ്യ റൗണ്ട് അതിസമർത്ഥമായി വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഉദാസീന ഭാവത്തിലാണ് മത്സരിച്ചത്. കാര്യം മോളുടെ ചിരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോൾ എന്തെങ്കിലും ലളിതമായ കാര്യങ്ങളായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ ഈ ചിരി എന്നെ ഒന്ന് മയക്കാനുള്ള ചിരിയായിരുന്നു. മിടുക്കി. ശരി മോളെ, സംഭവമാണ് മനസ്സിൽ വിചാരിച്ചത് അല്ലേ? ഈ കുതിക്കുന്ന യാകാശം ഇക്കുറിയും മോളെ തുണയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഏഷ്യയിൽ നടന്ന ഒരു സംഭവം അല്ല, യൂറോപ്പിൽ നടന്ന സംഭവം, ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ഒന്നിൽ നടന്ന സംഭവം, ലൈഫ് ലൈൻ വേണം. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനിയിൽ അല്ല നടന്നത്. അതെന്താ ഒരു കൺഫ്യൂഷൻ? ആ ഇൻസിഡന്റുമായി ബന്ധമുള്ള ആരെങ്കിലും ഒരാൾ ഈ രാജ്യങ്ങളിലുള്ള ഒരാളാണോ? അല്ല. നല്ല സംഭവമാണോ? അല്ല. ആയിരത്തി 1950 ശേഷം നടന്ന സംഭവം. ആഫ്റ്റർ 1980, ആഫ്റ്റർ 1990, ആഫ്റ്റർ 2000. No. രാഷ്ട്രീയവുമായോ ഭീകരപ്രവർത്തനവുമായോ ബന്ധപ്പെട്ട ഒരു സംഭവമാണോ? നെഗറ്റീവ് ഇൻസിഡന്റ് ആണ്, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതല്ല. കണക്റ്റഡ് വിത്ത് സ്പോർട്സ്? Yes. ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു ആ സംഭവത്തിൽ? Yes. നഷ്ടപ്പെട്ട ആളിന്റെ പേര് അയർട്ടൺ സെന്ന എന്നാണോ? അല്ല. നേരത്തെ മോള് മോട്ടോ GP വിചാരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ബ്രസീലിയൻ റേസർ, ഫോർമുല 1 റേസർ ആയിരുന്ന അയർട്ടൺ സെന്ന റേസിംഗിനിടെ മരിച്ച സംഭവമാണെന്ന് വിചാരിച്ചു. അല്ല. സ്പോർട്സ്, ജീവൻ നഷ്ടപ്പെട്ടു. കണക്ഷൻസ് വിത്ത് റേസിംഗ്, എനി ഫോം ഓഫ് റേസിംഗ്? Yes. Yes. ഫോർമുല 1 റേസിംഗ്. Yes. 1990 2000 ഇടയിലാണെന്നല്ലേ പറഞ്ഞേ? റേസിംഗിനിടയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണോ സംഭവം? ആക്ച്വലി അല്ല. കാർ റേസിംഗിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചതാണോ സംഭവം? അത്
റേസിങ്ങിനിടയ്ക്കാണ് ആണ്. പക്ഷെ അതൊരു വാസ് ഇറ്റ് എ ബിഗ് കോമ്പറ്റീഷൻ? Competition was big. But was not Formula 1. ആണ്. ആ പർട്ടിക്കുലർ റേസിംഗ് ഫോർമുല 1 റേസിംഗ് ആയിരുന്നോ? മോള് വിചാരിച്ച സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരിന്റെ 2 ഭാഗങ്ങളും ആരംഭിക്കുന്നത് ഒരേ അക്ഷരത്തിലാണ്. യെസ്. ആ അക്ഷരം ABCDEFGHIJKL MNO PQ STUV WXYZ ഇതിലൊന്നിലാണോ? അല്ല. അല്ല. എന്നെ ഇപ്പോ ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആരാണെന്നറിയോ? അയർട്ടൺ സെന്നയാണ്. കാരണം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു മോശം സംഭവം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് അയർട്ടൺ സെന്നയുടെ പേരാണ്. പ്രത്യേകിച്ച് മോട്ടോ GPയുമായി റിലേറ്റ് ചെയ്തൊരു ചിന്ത വന്നതുകൊണ്ട്, റേസിംഗ് ചിന്ത വന്നതുകൊണ്ട്. അയർട്ടൺ സെന്ന അല്ല എന്ന് പറയുകയും റേസിംഗ് ആണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ പിന്നെ അലക്സ് അനാർദിയുടെ പേരൊക്കെ മനസ്സിൽ വിചാരിക്കാം. പക്ഷെ മരിച്ചു, ആ ഇൻസിഡന്റിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അലക്സ് അനാർദിയുടെ പേര് പറയാനും പറ്റില്ലല്ലോ, അല്ലേ? Is it the great disaster of Raschenberg? ആണോ? ആയിരത്തി 1994 സാൻ മറീനോ ഗ്രാൻഡ് പ്രീ. റോളണ്ട് റാഷൻബർഗർ, അയർട്ടൺ സെന്ന എന്നീ 2 ലോക പ്രശസ്തരായ കാർ റേസേഴ്സ് അപകടത്തിൽ മരിച്ച സംഭവം. ഇറ്റലിയിലെ ഇമോളയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലീഡ് ചെയ്യുന്ന സമയത്താണ് അയർട്ടൺ സെന്നയുടെ കാർ കോൺക്രീറ്റ് വാളിൽ ഇടിച്ചു തകർന്നത്. അതൊരു മെയ് 1 തൊട്ടു തലേ ദിവസം ഏപ്രിൽ 30 നടന്ന യോഗ്യതാ മത്സരത്തിൽ റോളണ്ട് റാഷൻബർഗർ എന്ന ഓസ്ട്രേലിയൻ കളിക്കാരനും മരിച്ചു. 3 തവണ ലോക ചാമ്പ്യനായിരുന്ന അയർട്ടൺ സെന്നയുടെയും പ്രശസ്തനായ കാറോട്ടക്കാരൻ റോളണ്ട് റാഷൻബർഗറിന്റെയും മരണം നടന്ന ആ മത്സരം ഫോർമുല 1 ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ദിനമായി കരുതപ്പെടുന്നു. ശരി. Please. Congratulations for your active participation. ഞങ്ങളുടെ ശുഭഹാരം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 5,000 rupeesന്റെ ക്യാഷ് അവാർഡ്. ബേബി നയൻതാര, പ്രായം 12, അഭിനയിച്ച ചലച്ചിത്രങ്ങൾ 28, അശ്വമേധത്തിൽ പങ്കെടുക്കുകയും അതിസമർത്ഥമായി വിജയം കൈവരിക്കുകയും ചെയ്തു. എന്നാൽ നിഷ്കളങ്കത കൊണ്ടാകാം അതേ മേഖലയോട് സാമ്യമുള്ള ഒരു മേഖലയിൽ നടന്ന സംഭവം, ദുരന്തം, റാഷൻബർഗ് ട്രാജഡി മനസ്സിൽ ഓർമ്മിച്ചതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കണ്ടെത്താനും കഴിഞ്ഞു. എങ്കിലും നയൻതാരയുടെ ചിരി മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നതുപോലെ അശ്വമേധത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെയും മനസ്സിലുണ്ടാകും. നയൻതാരയുടെ കണ്ണുകളിലെ തിളക്കവും ഉണ്ടാകും. അതങ്ങനെ ഉണ്ടായല്ലേ പറ്റൂ. നയൻതാര എന്ന വാക്കിന് നയനങ്ങളിൽ നക്ഷത്രമുള്ളവൾ എന്നല്ലേ അത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ചിത്രശലഭങ്ങളാവുക. നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നത് ആകാശത്തിലേക്ക് പറക്കാനാണ്. നിങ്ങളുടെ ചിറകുകൾ വിടർത്തുക, അതിൽ വർണ്ണങ്ങൾ വാരി നിറയ്ക്കുക. ആകാശത്തിലേക്ക് പറക്കുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കി ചിരിക്കുക. കാരണം ശിരസ് നരച്ചവരെക്കാളും മനസ്സ് നരച്ചവരെക്കാളും കൂടുതൽ ശക്തി നിങ്ങളുടെ ബാല്യത്തിനാണ്, നിങ്ങളുടെ മനസ്സിലെ നിഷ്കളങ്കതയ്ക്കാണ്. നിങ്ങളുടെ ബാല്യം നാളെയുടെ ശക്തിയാവട്ടെ. എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹചുംബനങ്ങൾ. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം GS പ്രദീപ്. ഹലോ. എടാ, ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?